കൂട്ടുകാരെ, പാട്ട് വളരെ ഇഷ്ടമായല്ലേ? ഈ പാട്ടൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങളുടെ സ്കൂളിലൊക്കെ പാടണം. എന്താ പറ്റില്ലേ? പിന്നെ ഇനിയൊരു കഥ കൂടി പറയാം. കേൾക്കാൻ തയ്യാറായിക്കൊള്ളൂ. കുറെ നാളായി ആ തെമ്മാടി തങ്കുവിനെ പിടിക്കാൻ നടക്കുന്നു. പല പ്രാവശ്യം അവനെന്നെ പിടിക്കാൻ നോക്കിയതാ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അപ്പോഴൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്നാണാവോ അവന്റെ വായിൽ? ഓഹ്, അത് ഓർക്കുമ്പോൾ അയ്യോ, അവൻ വന്നെന്ന് തോന്നുന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ വായിൽ പെട്ടത് തന്നെ. ഇവിടെ ഒളിക്കാനൊരു സ്ഥലവും കാണുന്നില്ലല്ലോ. ദിവസമായി നീ എന്നെ കളിപ്പിക്കുന്നു. ഇറങ്ങി വാടാ പോവാ. നീ എന്നെ അധികം കളിപ്പിക്കരുത്. നിക്കടാ അവിടെ. ഇറങ്ങി വാടാ വേഗം. ദൈവമേ, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? എത്ര നാളായി കണ്ടിട്ട്. എങ്ങനെയാ പുറത്തിറങ്ങുക? നിനക്കറിയോ, ആ തങ്കു എന്നെ തന്നെ നോക്കി നടക്കുകയാണ്. ഭാഗ്യത്തിനാ ഇന്നലെ രാത്രി ഞാൻ അവന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവൻ എന്നെയും നോട്ടമിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കൊല്ലിമലയിൽ കാരറ്റ് പറിക്കാൻ പോയപ്പോൾ അവൻ എന്നെ ഓടിച്ചു. എന്നിട്ടെന്താ, ഞാനൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവനുണ്ടോ എന്നോട് മത്സരിച്ച് ജയിക്കുന്നു? ശരിയാ, നിന്നെ പോലെ ഓടാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് പറക്കാമല്ലോ. നല്ല കാര്യം. 2 അടി പറക്കുമ്പോഴേക്കും ഞാൻ തളർന്നു വീഴും. അത് പിന്നെ തടി കൊഴുത്തിട്ടാ. കിട്ടിയതൊക്കെ വെട്ടി വിഴുങ്ങിക്കോ. ഒന്ന് പോടാ. തീറ്റ കാര്യത്തിൽ നിന്നെ ജയിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. അതൊക്കെ പോട്ടെ. നമുക്ക് ആ തങ്കുവിന്റെ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. അതിനെന്താ ഒരു വഴി? അതിനിപ്പോ ഞാൻ ആലോചിച്ചിട്ടൊന്നും ഒരു വഴിയും കാണുന്നില്ല. നല്ല കാര്യം. നിനക്കതിനെവിടെ ആലോചിക്കാൻ ബുദ്ധി? നീ ഒരു മണ്ട ശിരോമണിയല്ലേ. അത് നിനക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. എന്നാ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണാവോ? അതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവനെ സിംഹമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സിംഹം അവനെ കറുമുറ തിന്നും. അതെങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി.
കളിപ്പിക്കുന്നു. ഇറങ്ങി വാടാ. നീ എന്നെ അധികം കളിപ്പിക്കരുത്. നിക്കടാ അവിടെ. ഇറങ്ങി വാടാ വേഗം. തങ്കു, നീ എന്നെ എന്തായാലും പിടിക്കും. നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് കോഴികളുള്ള സ്ഥലം കാണിച്ചു തരാം. നിന്റെ കുസൃതിയൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദക്ക് ഇറങ്ങി വന്നോ. സത്യമായിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഉണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിട്ടാൽ മതി. അല്ലെങ്കിൽ നീ എന്നെ കൊന്നു തിന്നോ. ശരി, സമ്മതിച്ചിരിക്കുന്നു. എവിടെയാണത്? ഞാൻ കാണിച്ചു തരാം. നീ എന്റെ കൂടെ പോന്നാ മതി. അവിടെ എത്തിയാൽ പിന്നെ നിനക്ക് ഒരുപാട് കാലം കോഴിയെ തിന്നാം. എന്നെ തിന്നാൽ നിനക്ക് ഒരു ദിവസത്തെ വിശപ്പല്ലേ മാറൂ. എന്നാ വേഗം ഇറങ്ങി വാ. എനിക്ക് വിശന്നിട്ട് വയ്യ. ദാ വന്നു. എടാ ഭീകിരി, നീ എങ്ങാനും എന്നെ പറ്റിച്ചാൽ കടിച്ചു കീറും ഞാൻ. ഇല്ല തങ്കു, എന്നെ വിടൂ. സത്യമായിട്ടും ഞാൻ നിന്നെ പറ്റിക്കില്ല. ശരി, നടക്ക വേഗം. നോക്കൂ തങ്കു, പൂവൻ നിന്നെ പേടിച്ചിട്ട് ഇപ്പോൾ കോഴികളുടെ കൂട്ടത്തിൽ വന്നു നിൽക്കുകയാ. ആ ഗുഹക്കകത്ത് നിറയെ കോഴികളാ. പൂവൻ നീ വരുന്നുണ്ടോന്ന് നോക്കുക. നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. ചെല്ല് ചെല്ല്, ഞാനും കൂടെ വരാം. ചങ്ങാതിമാരെ, ഇനിയൊരു പാട്ടുകൂടി പാടിയിട്ട് ഞാൻ പോവാ. നല്ല പൊരിച്ച മീനിന്റെ മണം എനിക്ക് കൊതിയാവുന്നു. ഹായ്, ഈ പാട്ടുകൂടി നിങ്ങളെ കേൾപ്പിച്ചിട്ട് വേണം എനിക്കത് പോയി തിന്നാൻ. വീട്ടുകാർ തന്നില്ലെങ്കിലേ ഞാൻ കട്ടുനിന്നു. പിന്നെ എന്നെ കള്ളിന്ന് വിളിച്ചിട്ടൊന്നും കാര്യമുണ്ടാവില്ല. പറഞ്ഞേക്കാം. അപ്പൊ പാട്ട് കേൾക്കാൻ തയ്യാറായിക്കോളൂ. കാട്ടിലെ വമ്പൻ കൊമ്പനാനയ്ക്ക് കലിപ്പു കേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിഹ്നം വിളിച്ചും കാടു കുലുക്കി വരവായി. കാട്ടിലെ വമ്പൻ കൊമ്പനാനയ്ക്ക് കലിപ്പു കേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിഹ്നം വിളിച്ചും കാടു കുലുക്കി വരവായി. കേട്ടവരെല്ലാം തകൃതിയിലോടി, കണ്ട
കലിപ്പു കേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിഹ്നം വിളിച്ചും കാടു കുലുക്കി വരവായി. വൻമരമെല്ലാം പിഴുതെറിയുന്നേ, കണ്ണിൽ കണ്ടത് തച്ചുടയ്ക്കുന്നേ. വൻമരമെല്ലാം പിഴുതെറിയുന്നേ, കണ്ണിൽ കണ്ടതു തച്ചുടയ്ക്കുന്നേ. കുത്തിമറിച്ചും പിഴുതുപറിച്ചും കാട്ടിലെ കൊമ്പൻ വീരൻ കാടിളക്കുന്നേ. കാട്ടിലെ വമ്പൻ കൊമ്പനാനയ്ക്ക് കലിപ്പു കേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിഹ്നം വിളിച്ചും കാടു കുലുക്കി വരവായി. കുരങ്ങമ്മാവൻ കൊമ്പത്തു കേറി, മുയലമ്മാവൻ കുഴിയിലിറങ്ങി. കുരങ്ങമ്മാവൻ കൊമ്പത്തു കേറി, മുയലമ്മാവൻ കുഴിയിലിറങ്ങി. കഴുതമരത്തിനു പിന്നിലൊളിച്ചു, മൂഷികൻ തക്കത്തിൽ മെല്ലെ കുത്തിലൊളിച്ചു. കാട്ടിലെ വമ്പൻ കൊമ്പനാനയ്ക്ക് കലിപ്പു കേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിഹ്നം വിളിച്ചും കാടു കുലുക്കി വരവായി. കുറുനരി നല്ലൊരു വേലയൊരുക്കി കൊമ്പന്റെ മുന്നിൽ വെച്ചു പിടിച്ചു. കുറുനരി നല്ലൊരു വേലയൊരുക്കി കൊമ്പന്റെ മുന്നിൽ വെച്ചു പിടിച്ചു. കലിപൊണ്ട കൊമ്പൻ പിന്നാലെ പാഞ്ഞു, കുറുനരി നിന്നപ്പോൾ കൊമ്പൻ കുഴിയിൽ പതിച്ചു. കൂട്ടുകാരെ, കൂടുതൽ പാട്ടുകളും കഥകളുമായി ഞങ്ങൾ ഇനിയും വരും. കാത്തിരിക്കുമല്ലോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ എഴുതിയ കഥകളും പാട്ടുകളും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വിലാസം കാറ്റ് ആനിമേഷൻ, വേങ്ങര PO, കച്ചേരിപ്പടി, പിൻ 676304, ഫോൺ 98 47 47 69 76. നിങ്ങൾക്കെല്ലാവർക്കും കാറ്റ് ആനിമേഷൻസിന്റെ വിജയാശംസകൾ. ബൈ.